നമസ്കാരം. PSC ടെക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതികളാണ്. അപ്പോൾ നമ്മൾ ഈ PDF എടുത്തിട്ടുള്ളത് കഴിഞ്ഞ ലക്കം തൊഴിൽ വാർത്തയിൽ നിന്നാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ എല്ലാം നമ്മുടെ വയോജന പദ്ധതികൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, വനിതാ ശിശു വികസന പദ്ധതികൾ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സിനായുള്ള പദ്ധതികൾ കൊടുത്തിട്ടുണ്ട്, മറ്റു പ്രധാന പദ്ധതികൾ കൊടുത്തിട്ടുണ്ട്, കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പദ്ധതികൾ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വളരെ കൃത്യമായിട്ട് ഈ PDF നമ്മുടെ തൊഴിൽ വാർത്തയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ PDF ആണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്ത് നിന്നും PSC എല്ലാ പരീക്ഷയിലും ചോദിക്കാറുണ്ട്. നമുക്ക് നോക്കാം. അഭയകിരണം പദ്ധതി അല്ലേ? ആദ്യം വനിതാ ശിശു വികസന പദ്ധതികളാണ്. അതിൽ അഭയകിരണം പദ്ധതി എന്താണ്? അഭയകിരണം പദ്ധതി എന്ന് പറഞ്ഞാൽ നിരാലംബരായ വിധവകൾക്ക് സംരക്ഷണവും അഭയവും നൽകുന്ന അടുത്ത ബന്ധുക്കൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് അഭയകിരണം. അപ്പം നിരാലംബരായ വിധവകൾക്ക് സംരക്ഷണവും അഭയവും നൽകുന്ന അവരുടെ അടുത്ത ബന്ധുക്കൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് അഭയകിരണം പദ്ധതി. ഓക്കെ അല്ലേ? ഇനി ധീര എന്താണ്? ധീര എന്ന് പറഞ്ഞാൽ അതിക്രമം ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ വനിതകൾക്ക് സ്വയം സുരക്ഷ ഉറപ്പാക്കാൻ പ്രതിരോധ പരിശീലനം നൽകുന്നതിനും അവരിൽ ആത്മവിശ്വാസം വളർത്തുന്നതിനുള്ള പദ്ധതിയാണ് ധീര. ആക്രമണം ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ വനിതകൾക്ക് സ്വയം സുരക്ഷ ഉറപ്പാക്കാൻ പ്രതിരോധ പരിശീലനം നൽകുന്നതിനും അവരിൽ ആത്മവിശ്വാസം വളർത്തുന്നതിനുള്ള പദ്ധതിയാണ് ധീര. ഓക്കെ അല്ലേ? ഇനി പൊൻവാക്ക്. ഈ അടുത്ത കാലത്ത് നടന്ന പരീക്ഷ ചോദിച്ചത് പൊൻവാക്ക്. ശൈശവ വിവാഹം തടയാൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പൊൻവാക്ക്. ശൈശവ വിവാഹം തടയാൻ വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പൊൻവാക്ക്. ഓക്കെ അല്ലേ? ഇനി കാതോർത്ത്. ഈ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചത് കാതോർത്ത് എന്താണ് കാതോർത്ത്? ഗാർഹിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സ്ത്രീകൾക്ക് നിയമസഹായവും സൗജന്യ കൗൺസിലിങ്ങും ഏർപ്പെടുത്തുന്ന പദ്ധതിയാണ് കാതോർത്ത്. കാതോർത്ത് ഗാർഹിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സ്ത്രീകൾക്ക് നിയമസഹായവും സൗജന്യ കൗൺസിലിങ്ങും ഏർപ്പെടുത്തുന്ന പദ്ധതിയാണ് കാതോർത്ത്. ഈ 4 പോയിന്റ്സും കിട്ടിയോ? ഒന്നുകൂടി റിവിഷൻ രീതിയിൽ വായിക്കാം. അഭയകിരണം അല്ലേ? അഭയകിരണം എന്ന് പറഞ്ഞാൽ നിരാലംബരായ വിധവകൾക്ക് സംരക്ഷണവും അഭയവും നൽകുന്ന അടുത്ത ബന്ധുക്കൾക്ക് പ്രതിമാസം 1000 രൂപ. ഇവിടെ 1000 രൂപ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് അഭയകിരണം. ഇനി ധീര. എന്താണ് ധീര? അക്രമം ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ വനിതകൾക്ക് സ്വയം സുരക്ഷ ഉറപ്പാക്കാൻ പ്രതിരോധ പരിശീലനം നൽകുന്നതിനും അവരിൽ ആത്മവിശ്വാസം വളർത്തുന്നതിനുമുള്ള പദ്ധതിയാണ് ധീര. പൊൻവാക്ക്. ശൈശവ വിവാഹം തടയാൻ വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പൊൻവാക്ക്. ഇനി കാതോർത്ത്. ഗാർഹിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സ്ത്രീകൾക്ക് നിയമസഹായവും സൗജന്യ കൗൺസിലിങ്ങും ഏർപ്പെടുന്ന പദ്ധതിയാണ് കാതോർത്ത്. ഓക്കെ അല്ലേ? ഇനി വയോജന പദ്ധതികളാണ്. എൽഡർ ലൈൻ. എന്താണ് എൽഡർ ലൈൻ എന്ന് കഴിഞ്ഞ PSC പരീക്ഷ ചോദിച്ചിട്ടുണ്ട്. എന്താണ് എൽഡർ ലൈൻ? മുതിർന്ന പൗരന്മാർക്ക് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനും പരാതികൾ പരിഹരിക്കുന്നതിനും 1456 ഓർത്തു വെച്ചോ, 1456 എന്ന ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പർ ഉപയോഗപ്പെടുത്താവുന്നതാണ്. മുതിർന്ന പൗരന്മാർക്ക് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനും പരാതികൾ പരിഹരിക്കുന്നതിനും 1456 എന്ന ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പർ ഉപയോഗിക്കാവുന്നതാണ്. ഇനി വയോരക്ഷ. എന്താണ് വയോരക്ഷാ പദ്ധതി? സാമൂഹിക സാമ്പത്തിക ശാരീരിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന മുതിർന്ന പൗരന്മാർക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ സഹായം എത്തിക്കുക എന്നതാണ് വയോരക്ഷ എന്ന പദ്ധതിയുടെ ലക്ഷ്യം. എന്താണ് വയോരക്ഷ? സാമൂഹിക സാമ്പത്തിക ശാരീരിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന മുതിർന്ന പൗരന്മാർക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ സഹായം എത്തിക്കുക എന്നതാണ് ലക്ഷ്യം. ഓക്കെ അല്ലേ? വയോരക്ഷ എന്ന പദ്ധതിയുടെ ലക്ഷ്യം. ഇനി സെക്കൻഡ് ഇന്നിങ്സ് ഹോം പ്രൊജക്റ്റ് സാമൂഹിക നീതി വകുപ്പിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിച്ചു വരുന്ന 16 വൃദ്ധസദനങ്ങളെ വയോജന സൗഹൃദമാക്കി ആധുനിക സൗകര്യങ്ങളോടുകൂടി മെച്ചപ്പെട്ട സേവനം താമസക്കാർക്കും സ്ഥാപനത്തിന്റെ ചുറ്റളവിലെ വയോജനങ്ങൾക്കും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് സെക്കൻഡ് ഇന്നിങ്സ് ഹോം പ്രൊജക്റ്റ്. സാമൂഹിക നീതി വകുപ്പിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിച്ചു വരുന്ന 16 വൃദ്ധസദനങ്ങളെ
വയോജന സൗഹൃദമാക്കി ആധുനിക സൗകര്യങ്ങളോട് കൂടി മെച്ചപ്പെട്ട സേവനം താമസക്കാർക്കും സ്ഥാപനത്തിൻ്റെ ചുറ്റളവിലെ വയോജനങ്ങൾക്കും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് സെക്കൻഡ് ഇന്നിങ്സ് ഹോം പ്രൊജക്റ്റ് അല്ലേ. ഇനി വയോമധുരം പദ്ധതി. വയോമധുരം BPL വിഭാഗത്തിലെ വയോജനങ്ങൾക്കായി രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിർണ്ണയിക്കുന്ന ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് വയോമധുരം പദ്ധതി. വയോമധുരം എന്താണ് വയോമധുരം? തിരുവനന്തപുരം ചോദിച്ചാണ് വയോമധുരം പദ്ധതി അല്ലേ. BPL വിഭാഗത്തിലെ വയോജനങ്ങൾക്കായി രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിർണ്ണയിക്കുന്ന ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് വയോമധുരം. അപ്പോൾ എന്താണ് എൽഡർ ലൈൻ എന്ന് പറഞ്ഞാൽ? എൽഡർ ലൈനിൻ്റെ ടോൾ ഫ്രീ നമ്പർ എത്രയാണ്? 1456 അല്ലേ. മുതിർന്ന പൗരന്മാർക്ക് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനും പരാതികൾ പരിഹരിക്കുന്നതിനും 1456 എന്ന ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പർ ഉപയോഗപ്പെടുത്താവുന്നതാണ്. വയോരക്ഷ എന്ന് പറഞ്ഞാൽ സാമൂഹിക, സാമ്പത്തിക, ശാരീരിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന മുതിർന്ന പൗരന്മാർക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ സഹായം എത്തിക്കുക എന്നതാണ് വയോരക്ഷാ പദ്ധതിയുടെ ലക്ഷ്യം. ഇനി സെക്കൻഡ് ഇന്നിങ്സ് ഹോം പ്രൊജക്റ്റ് സാമൂഹിക നീതി വകുപ്പിൻ്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിച്ചു വരുന്ന 16 വൃദ്ധസദനങ്ങളെ വയോജന സൗഹൃദമാക്കി ആധുനിക സൗകര്യങ്ങളോടുകൂടി മെച്ചപ്പെട്ട സേവനം താമസക്കാർക്കും സ്ഥാപനത്തിൻ്റെ ചുറ്റളവിലെ വയോജനങ്ങൾക്കും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് സെക്കൻഡ് ഇന്നിങ്സ് ഹോം പ്രൊജക്റ്റ് അല്ലേ. ഇനി വയോമധുരം പദ്ധതി എന്താണ്? BPL വിഭാഗത്തിലെ വയോജനങ്ങൾക്കായി രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിർണ്ണയിക്കുന്ന ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് വയോമധുരം. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആയോ? ഇനി നെക്സ്റ്റ് ആണ്. നെക്സ്റ്റ് ഇനി കേരള വയോജന കമ്മീഷൻ നിയമം 2005 60 വയസ്സ് പൂർത്തിയാക്കിയവരെ മുതിർന്ന പൗരന്മാരായി കണക്കാക്കുന്നു. മുതിർന്ന പൗരന്മാരെ കണക്കാക്കുന്നത് 60 വയസ്സിന് മുകളിലാണല്ലേ. ഇതും PSC ചോദിച്ചാണ്, വളരെ സിമ്പിളാണ്, ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പം 60 വയസ്സ് പൂർത്തിയായവരെ മുതിർന്ന പൗരന്മാരായി കണക്കാക്കുന്നു. വയോജനങ്ങളുടെ പരിരക്ഷയും ക്ഷേമവും ഉറപ്പാക്കാൻ വയോജന കമ്മീഷൻ രൂപവൽക്കരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് കേരളം. PSC ചോദിക്കാം, എന്താണ് വയോജന കമ്മീഷൻ രൂപീകരിക്കുന്ന ആദ്യമായിട്ട് വയോജനങ്ങളുടെ പരിരക്ഷയും ക്ഷേമവും ഉറപ്പാക്കാൻ വയോജന കമ്മീഷൻ രൂപവൽക്കരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ പറയണം അത് കേരളമാണ്. 2025 മാർച്ച് 19 കേരള വയോജന കമ്മീഷൻ നിയമം നിയമസഭ പാസാക്കി. 2025 മാർച്ച് 19 കേരള വയോജന കമ്മീഷൻ നിയമം നിയമസഭ പാസാക്കി. 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും ക്ഷേമവും സംരക്ഷണവും സംബന്ധിച്ച നിയമം കേരള സർക്കാർ കൊണ്ടുവരുന്നത്. മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയുള്ള സംസ്ഥാന നയം പ്രഖ്യാപിച്ചത് 2013 മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയുള്ള സംസ്ഥാന നയം പ്രഖ്യാപിച്ചത് 2013 ഓക്കെ അല്ലേ? യെസ്. ഇനി നെക്സ്റ്റ് പോയിന്റ് ഭിന്നശേഷിക്കാർക്കുള്ള പദ്ധതികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് പരിണയം പദ്ധതി എന്ന് പറഞ്ഞാൽ? പരിണയം ഭിന്നശേഷി മൂലം സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്നവരുടെ പെൺമക്കളെയും ഭിന്നശേഷിയുള്ള പെൺകുട്ടികളെയും നിയമാനുസൃതം വിവാഹം ചെയ്തയക്കുന്നതിനായി സാമ്പത്തിക സഹായം നൽകുന്നു. ഒറ്റത്തവണ ധനസഹായമായി 30,000 രൂപ വിതരണം ചെയ്യുന്നു. പരിണയം എന്താണ് പരിണയം പദ്ധതി എന്ന് ചോദിച്ചാൽ പറയണം. ഭിന്നശേഷി മൂലം സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്നവരുടെ പെൺമക്കളെയും അതുപോലെ തന്നെ ഭിന്നശേഷിയുള്ള പെൺകുട്ടികളുടെയും നിയമാനുസൃതം വിവാഹം ചെയ്തയക്കുന്നതിനായി സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് പരിണയം പദ്ധതി അല്ലേ. ഒറ്റത്തവണ എത്ര രൂപ കൊടുക്കും? 30,000 രൂപ വിതരണം ചെയ്യും. ഇനി വിജയാമൃതം എന്താണ് വിജയാമൃതം പദ്ധതി? വൈകല്യത്തോട് പൊരുതി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോയി വീട്ടിലിരുന്ന് പഠിച്ച് ഡിഗ്രി ഓർ തതുല്യ കോഴ്സ്, ബിരുദാനന്തര ബിരുദം, PG, തുല്യമായ പ്രൊഫഷണൽ കോഴ്സുകൾ എന്നീ തലങ്ങളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനമായി ക്യാഷ് അവാർഡ് നൽകുന്ന പദ്ധതിയാണ് വിജയാമൃതം.
വിജയാമൃതം. എന്താണ് വിജയാമൃതം? എന്താണ് വൈകല്യങ്ങളോട് പൊരുതി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോയി അല്ലെങ്കിൽ ഇരുന്നിട്ട് എന്താണ് ഡിഗ്രിയോ ബിരുദാനന്തര ബിരുദോ PGയോ ഇതൊക്കെ പ്രൊഫഷണൽ കോഴ്സുകൾ എന്നീ തലങ്ങളിൽ ഉന്നത വിജയം കരസ്ഥമാക്കി ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് എന്ത് കൊടുക്കുന്നു? ഒരു പ്രോത്സാഹനം എന്ന രീതിയിൽ ക്യാഷ് അവാർഡ് കൊടുക്കുന്നതാണ് വിജയാമൃതം. ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PSC ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. ഇനി നിരാമയ ഇൻഷുറൻസ് എന്താണ്? ആരോഗ്യ ഇൻഷുറൻസ് അല്ലേ? നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്നതിനുള്ള പദ്ധതി എന്താണ്? സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്ന പദ്ധതിയാണ് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് അല്ലേ? 1 ലക്ഷം രൂപ വരെ വാർഷിക ചികിത്സാ ചെലവ് ലഭിക്കുന്നു. എത്രയാണ്? 1 ലക്ഷം രൂപ വരെ വാർഷിക ചികിത്സ ലഭിക്കുന്നു. പദ്ധതിയിൽ ചേരുന്നതിന് BPL വിഭാഗം 250 രൂപയും APL വിഭാഗം 500 രൂപയും പ്രീമിയം തുക അടക്കണം. എല്ലാ വർഷവും ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് പദ്ധതി കാലാവധി. ചിലപ്പം നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ചിലപ്പോൾ എന്താണ് ഒരു പ്രസ്താവന രീതിയിൽ തരാം. BPL വിഭാഗം 250 രൂപയും APL വിഭാഗം 500 രൂപയും പ്രീമിയം തുക അടക്കണം. ചിലപ്പം പറയാം രണ്ടാമത്തെ ഓപ്ഷൻ ഇങ്ങനെയായിരിക്കും. ചിലപ്പോൾ BPL വിഭാഗത്തിന് ഫ്രീ ആയിട്ടും APL വിഭാഗം 250 രൂപയും പ്രീമിയം അടക്കണം. ചിലപ്പോൾ അങ്ങനെ തെറ്റിച്ച് തരാം. അപ്പോൾ ഓർത്തു വെക്കുക, നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി സംസ്ഥാനത്തെ അംഗപരിമിതർക്കാണ് അല്ലേ? അപ്പം അംഗപരിമിതർക്കുള്ള ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്നതിനുള്ള പദ്ധതിയാണ് ഇത് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ്. എത്ര പൈസ കിട്ടും? 1 ലക്ഷം രൂപ. ചില പ്രസ്താവന ഇതിൽ 5 ലക്ഷം രൂപ വരെ എന്ന് തരാം. അപ്പോൾ വളരെ എല്ലാ പോയിന്റ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി പഠിക്കുക. 1 ലക്ഷം രൂപ വരെ വാർഷിക ചികിത്സാ ചെലവ് ലഭിക്കുന്നു. പദ്ധതിയിൽ ചേരുന്നതിന് BPL വിഭാഗം 250 രൂപയും APL വിഭാഗം 500 രൂപയും പ്രീമിയം തുക അടക്കണം. ഓക്കെ അല്ലേ? എല്ലാ വർഷവും ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് പദ്ധതി കാലാവധി. ഓക്കെ യെസ്. അപ്പം എന്താണ് പരിണയം എന്ന് പറഞ്ഞാൽ? ഭിന്നശേഷി മൂലം സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്നവരുടെ പെൺമക്കളെയും ഭിന്നശേഷിയുള്ള പെൺകുട്ടികളെയും നിയമാനുസൃതം വിവാഹം ചെയ്യുന്നതിനായി സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് പരിണയം. ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ഒറ്റത്തവണ ധനസഹായമായി എത്ര രൂപ കിട്ടും? 30,000 രൂപ. ഇനി വിജയാമൃതം എന്ന് പറഞ്ഞാൽ ക്യാഷ് അവാർഡ് കൊടുക്കുന്ന പദ്ധതിയാണ് അല്ലെ? ഒരു പ്രോത്സാഹനം എന്ന രീതിയിൽ ക്യാഷ് അവാർഡ് കൊടുക്കും. ആർക്ക്? യെസ്, നമ്മുടെ ഭിന്നശേഷിക്കാർക്ക്. എന്തിനു വേണ്ടിയിട്ടാണ്? യെസ്, വൈകല്യങ്ങളോട് പൊരുതിയിട്ട് എന്താണ് ബിരുദമോ ബിരുദാനന്തര ബിരുദമോ അതുപോലെ തന്നെ പ്രൊഫഷണൽ കോഴ്സിൽ വിജയം കരസ്ഥമാക്കുന്ന ഭിന്നശേഷിക്കാർക്ക് ഒരു പ്രോത്സാഹനം എന്ന രീതിയിൽ, അവരുടെ കഷ്ടപ്പാടിൽ ഒരു സപ്പോർട്ട് എന്ന രീതിയിൽ എന്ത് കൊടുക്കുന്നു? ക്യാഷ് അവാർഡ് കൊടുക്കുന്ന പദ്ധതിയാണ് വിജയാമൃതം. ഇനി നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ആർക്ക് വേണ്ടിയിട്ടാണ്? അംഗപരിമിതർക്ക് വേണ്ടിയിട്ടാണ് അല്ലേ? അപ്പം എത്ര ലക്ഷം രൂപ? 1 ലക്ഷം രൂപയാണ് വാർഷിക ചികിത്സാ ചെലവ് ലഭിക്കുന്നു. അതിൽ അംഗമാകാൻ എത്ര പൈസ കൊടുക്കണം? BPL ആണെങ്കിൽ 250 രൂപയും APL ആണെങ്കിൽ 500 രൂപയും കൊടുക്കണം. എല്ലാ വർഷവും ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് പദ്ധതി. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? യെസ്. ഇനി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ എന്താണ്? സാമൂഹിക നീതി വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നിരാലംബർ, ദരിദ്രർ, പ്രായമായവർ, കുട്ടികൾ, സ്ത്രീകൾ, വിട്ടുമാറാത്ത ക്യാൻസർ രോഗികൾ, മറ്റ് ദുർബല വിഭാഗങ്ങൾ എന്നിവർക്ക് സേവനവും പിന്തുണയും നൽകുന്നു. കേരള സാമൂഹ്യ നീതി വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നിരാലംബരി, ദരിദ്രർ, പ്രായമായവർ, കുട്ടികൾ, സ്ത്രീകൾ, വിട്ടുമാറാത്ത ക്യാൻസർ രോഗികൾ, മറ്റ് ദുർബല വിഭാഗങ്ങൾ എന്നിവർക്ക് സേവനവും പിന്തുണയും നൽകുന്നു അല്ലേ? 2008 ഒക്ടോബർ 14 സ്ഥാപിതമായി. ചിലപ്പോൾ ചോദിക്കാം കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ KSSM, കേരള സാമൂഹിക സുരക്ഷാ മിഷൻ, കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ എപ്പോഴാണ് സ്ഥാപിതമായത്? 2008 ഒക്ടോബർ 14 അല്ലേ? ആസ്ഥാനം തിരുവനന്തപുരമാണ്. ഓർത്തു വെക്കണേ. സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രിയാണ് മിഷന്റെ ചെയർമാൻ. സാമൂഹിക നീതി വകുപ്പ് മന്ത്രിയാണ് മിഷന്റെ ചെയർമാൻ. എങ്കിൽ നിങ്ങളോടുള്ള എൻ്റെ ചോദ്യം ഇതാണ്, നിലവിലെ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ആരാണ്? നിലവിലെ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ആരെന്ന് എല്ലാവരും ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. PSC ചോദിക്കുന്നതാണല്ലേ മന്ത്രിമാരും അവരുടെ വകുപ്പുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ യെസ്. ഇനി പദ്ധതികൾ നോക്കാം. വയോമിത്രം പദ്ധതി അല്ലേ? സംസ്ഥാനത്തെ വയോജന നയം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണ പരിപാലനത്തിന് പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് ആരംഭിച്ച നൂതന പദ്ധതിയാണ് ഏത്? വയോമിത്രം. 65 വയസ്സിന് മുകളിലുള്ളവരാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. നമ്മൾ നേരത്തെ പറഞ്ഞു 60 വയസ്സാണ് എന്ന് നമ്മുടെ മുതിർന്ന പൗരന്മാരെ കണക്കാക്കുന്ന 60 വയസ്സിന് മുകളിലുള്ളവരാണ് അല്ലേ? അപ്പം വയോമിത്രം പദ്ധതി ആർക്ക് വേണ്ടിയിട്ടാണ്? 65 വയസ്സിന് മുകളിലുള്ളവരാണ് അല്ലേ? എന്താണ്? സംസ്ഥാനത്ത് വയോജന നയം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി
വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണ പരിപാലനത്തിന് പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് ആരംഭിച്ച നൂതന പദ്ധതിയാണ് വയോമിത്രം. വയോമിത്രം പദ്ധതിയിൽ എത്ര വയസ്സിന് മുകളിലുള്ളവരെയാണ് പരിഗണിക്കുന്നത്? 65 വയസ്സിന് മുകളിലുള്ളവരെയാണ്. ഓക്കെ അല്ലേ? ഇനി സമാശ്വാസം പദ്ധതി, ഇതും ചോദിച്ചാണ്. സമാശ്വാസം പദ്ധതി ഡയാലിസിസ് ചെയ്യുന്ന വൃക്കാരോഗികൾ, വൃക്ക ഓർ കരൾ മാറ്റിവെക്കലിന് വിധേയരായവർ, ഹീമോഫീലിയ രോഗികൾ, അരിവാൾ രോഗികൾ തുടങ്ങിയവർക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സമാശ്വാസം. ഓർക്കണേ, എന്താണ് ഡയാലിസിസ് ചെയ്യുന്ന വൃക്കാരോഗികൾ, അതുപോലെ തന്നെ വൃക്ക, കരൾ അല്ലെങ്കിൽ കരൾ മാറ്റിവെക്കലിന് വിധേയരായവർ, ഹീമോഫീലിയ രോഗികൾ, ഇവിടെ ഹീമോഫീലിയ രോഗികളുണ്ട്, അരിവാൾ രോഗികളുമുണ്ട്. ഓക്കെ, അതും കൂടി ഓർത്ത് വെക്കുക. ചിലപ്പോൾ പരീക്ഷ ഹാളിൽ ചിലപ്പോൾ ഈ പ്രസ്താവന രീതിയിൽ തരുമ്പോൾ ഹീമോഫീലിയ രോഗികളെന്നും അരിവാൾ രോഗികളെന്നും തന്നാൽ ഇതിൽ ഉൾപ്പെടില്ല, സമാശ്വാസം പദ്ധതിയിൽ ഉൾപ്പെടില്ല എന്നൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവാൻ വേണ്ടി പാടില്ല. ഇതും ഉൾപ്പെടുന്നുണ്ട്. ഹീമോഫീലിയ രോഗികൾ, അരിവാൾ രോഗികൾ തുടങ്ങിയവർക്കും ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സമാശ്വാസം പദ്ധതി. ഇനി സ്നേഹസ്പർശം. എന്താണ് സ്നേഹസ്പർശം? അവിവാഹിതയായി അമ്മയാകുന്ന ചൂഷണത്തിന് ഇരയായ സ്ത്രീകൾക്ക് 60 വയസ്സുവരെ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹസ്പർശം. അവിവാഹിതയെ കല്യാണം കഴിക്കാതെ തന്നെ അമ്മയാകുന്ന സ്ത്രീകൾക്ക് 60 വയസ്സുവരെ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹസ്പർശം. ഇനി സ്നേഹസ്വാന്തനം എന്ന് പറഞ്ഞാൽ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹസാന്ത്വനം. ഇക്കഴിഞ്ഞ ഒരു പരീക്ഷ ചോദിച്ച സ്നേഹസാന്ത്വനമാണ് അല്ലെ. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹസാന്ത്വനം. ഇനി ക്യാൻസർ സുരക്ഷ. 18 വയസ്സിന് താഴെ പ്രായമുള്ള ക്യാൻസർ ബാധിതരായ കുട്ടികൾക്ക് സർക്കാർ ആശുപത്രികളിലൂടെ സൗജന്യ ചികിത്സ നൽകി വരുന്ന പദ്ധതിയാണ് ക്യാൻസർ സുരക്ഷ. ഓക്കെ അല്ലേ? എത്ര വയസ്സിന് താഴെ? 18 വയസ്സിന്. എല്ലാ പ്രായക്കാർക്കും ഇല്ല. 18 വയസ്സിന് താഴെ പ്രായമുള്ള ക്യാൻസർ ബാധിതരായ കുട്ടികൾക്ക് സർക്കാർ ആശുപത്രികളിലൂടെ സൗജന്യ ചികിത്സ നൽകി വരുന്ന പദ്ധതിയാണ് ക്യാൻസർ സുരക്ഷാ പദ്ധതി. ഓക്കെ അല്ലേ? അപ്പം വയോമിത്രം അല്ലേ? വയോമിത്രം എന്താണ്? 65 വയസ്സിന് മുകളിലുള്ളവർക്കാണ് ഈ പദ്ധതിയുടെ ആനുകൂല്യം കിട്ടുക. വയോമിത്രം സംസ്ഥാനത്തെ വയോജന നയം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി വയോജനങ്ങളുടെ ആരോഗ്യ സുരക്ഷാ പരിപാലനത്തിന് പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് ആരംഭിച്ച നൂതന പദ്ധതിയാണ് വയോമിത്രം. എങ്കിൽ സമാശ്വാസം ആർക്കാണ് ആശ്വാസം? യെസ്, ഹീമോഫീലിയ രോഗികൾ, അതുപോലെ തന്നെ അരിവാൾ രോഗികൾ, അതുപോലെ തന്നെ ഡയാലിസിസ് ചെയ്യുന്ന വൃക്ക കരൾ മാറ്റിവെക്കലിന് വിധേയരായവർ എന്നിവർക്ക് ധനസഹായം നൽകുന്ന ഒരു ആശ്വാസം, ധനസഹായത്തിലൂടെ ഒരു ആശ്വാസം നൽകുന്ന പദ്ധതിയാണ് സമാശ്വാസം. സ്നേഹസ്പർശം ആർക്കാണ്? യെസ്, അവിവാഹിതയായി അമ്മയാകുന്ന ചൂഷണത്തിനിരയായ സ്ത്രീകൾക്ക് 60 വയസ്സുവരെ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹസ്പർശം. സാന്ത്വനം ആർക്കാണ് വേണ്ടത്? എൻഡോസൾഫാൻ രോഗികൾക്ക് അല്ലേ? എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹസാന്ത്വനം. ക്യാൻസർ സുരക്ഷ ആ പേര് തന്നെയുണ്ട്. ആർക്കാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത്? ക്യാൻസറുമായി പൊരുന്നവർക്ക് അല്ലേ? എല്ലാവർക്കും കിട്ടുമോ? ഇല്ല. 18 വയസ്സിന് താഴെ പ്രായമുള്ള ക്യാൻസർ ബാധിതരായ കുട്ടികൾക്ക് സർക്കാർ ആശുപത്രികളുടെ സൗജന്യ ചികിത്സ നൽകി വരുന്ന പദ്ധതിയാണ് ക്യാൻസർ സുരക്ഷ. മനസ്സിലായോ? യെസ്. ഇനി നെക്സ്റ്റ് ആണ് ആർദ്രം പദ്ധതി. എത്രയോ തവണ PS റിപ്പീറ്റേഷൻ ആണ്. സർക്കാർ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും മെച്ചപ്പെടുത്തുന്നതിലൂടെ രോഗി സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ആർദ്രം പദ്ധതി അല്ലേ? എന്താണ് ആർദ്രം പദ്ധതി? സർക്കാർ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും മെച്ചപ്പെടുത്തുന്നതിലൂടെ രോഗി സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ആർദ്രം പദ്ധതി. ഇനി താലോലം പദ്ധതി ആർക്കാണ്? വൃക്കാരോഗം, ഹൃദ്രോഗം, ഹീമോഫീലിയ തുടങ്ങിയ മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് താലോലം. കുട്ടികൾക്കാണല്ലേ? എല്ലാ കുട്ടികൾക്കും ഉണ്ടോ? ഇല്ല. എന്താണ്? വൃക്കാരോഗം, അതുപോലെ തന്നെ ഹൃദ്രോഗം, ഹീമോഫീലിയ തുടങ്ങിയ മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതികളാണ് ഇത് താലോലം പദ്ധതികൾ. ഇനി ശലഭം പദ്ധതി. നവജാത ശിശുക്കളിലെ ജനന വൈകല്യം കണ്ടുപിടിക്കുന്നതിനായുള്ള പദ്ധതിയാണ് ശലഭം പദ്ധതി. നവജാത ശിശുക്കളിലെ ജനന വൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനായുള്ള പദ്ധതിയാണ് ശലഭം പദ്ധതി. ഇനി എന്താണ് നിഴൽ എന്ന് പറഞ്ഞാൽ? നിഴൽ പദ്ധതി. യെസ്, രാത്രികാലങ്ങളിൽ പൊതു ഇടങ്ങളിലോ വീടുകളിലോ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കാനായി കേരള പോലീസ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് നിഴൽ. രാത്രികാലങ്ങളിൽ പൊതു ഇടങ്ങളിലോ വീടുകളിലോ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കാനായി
കേരള പോലീസ് നടപ്പാക്കുന്ന പദ്ധതിയാണ് നിഴൽ. 4 പോയിന്റ്സും കിട്ടിയോ? ആർദ്രം പദ്ധതി സർക്കാർ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും മെച്ചപ്പെടുത്തുന്നതിലൂടെ രോഗീ സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ആർദ്രം പദ്ധതി അല്ലേ. ഇനി താലോലം വൃക്കാരോഗം, ഹൃദ്രോഗം, ഹിമോഫീലിയ തുടങ്ങിയ മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് സഹായധനം നൽകുന്ന പദ്ധതിയാണ് താലോലം. ഇനി ശലഭം പദ്ധതി ആർക്കാണ്? നവജാത ശിശുക്കളിലെ ജനന വൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനായുള്ള പദ്ധതിയാണ് ശലഭം പദ്ധതി. നിഴൽ എന്ന് പറഞ്ഞാൽ രാത്രികാലങ്ങളിൽ പൊതു ഇടങ്ങളിലോ വീടുകളിലോ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കാനായി കേരള പോലീസ് നടപ്പാക്കുന്ന പദ്ധതിയാണ് നിഴൽ. ഇനി സഹജ കോൾ സെന്റർ തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയോ അതിക്രമങ്ങൾ നേരിടേണ്ടി വരികയോ ചെയ്താൽ പരാതികൾ അറിയിക്കുവാനുള്ള തൊഴിൽ വകുപ്പിന്റെ സംവിധാനമാണ് സഹജ കോൾ സെന്റർ. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയോ അതിക്രമങ്ങൾ നേരിടേണ്ടി വരികയോ ചെയ്താൽ പരാതികൾ അറിയിക്കാനുള്ള തൊഴിൽ വകുപ്പിന്റെ സംവിധാനമാണ് സഹജ കോൾ സെന്റർ. മനസ്സിലായോ? ഇത് തീരമൈത്രി മത്സ്യത്തൊഴിലാളി വനിതകളുടെ സാമ്പത്തികവും സാമൂഹികവുമായ ഉന്നമനം ലക്ഷ്യമിട്ട് ഫിഷറീസ് വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സാഫ് സൊസൈറ്റി ഫോർ അസിസ്റ്റന്റ് ടു ഫിഷർമെൻ സംസ്ഥാനം നടപ്പിലാക്കുന്ന പദ്ധതിയാണ് തീരമൈത്രി. ഒന്നുമില്ല, മത്സ്യത്തൊഴിലാളി വനിതകളുടെ സാമ്പത്തികവും സാമൂഹികവുമായ ഉന്നമനം ലക്ഷ്യമിട്ട് ഫിഷറീസ് വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സാഫ് അതായത് സൊസൈറ്റി ഓഫ് അസിസ്റ്റന്റ് ടു ഫിഷർമെൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് തീരമൈത്രി. ഇനി അവളിടം പദ്ധതി കഴിഞ്ഞ പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ് അവളിടം. എന്താണ് അവളിടം പദ്ധതി? സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ള യുവജനക്ഷേമ ബോർഡിന്റെ ഉദ്യമമാണ് അവളിടം ക്ലബ്ബ്. ഇനി സാന്ത്വനം രക്തസമ്മർദ്ദം, പ്രമേഹം തുടങ്ങിയ രോഗങ്ങൾ വീടുകളിലെത്തി സമാസമയം പരിശോധിക്കുവാനുള്ള കുടുംബശ്രീ പദ്ധതിയാണ് സാന്ത്വനം. രക്തസമ്മർദ്ദം, പ്രമേഹം തുടങ്ങിയ രോഗങ്ങൾ വീടുകളിലെത്തി സമയാസമയം പരിശോധിക്കുവാനുള്ള കുടുംബശ്രീ പദ്ധതിയാണ് സാന്ത്വനം. നമ്മളിതിന് മുന്നേ നമ്മൾ പഠിച്ചിരുന്നതാണ് നമ്മുടെ ഏതാടാ നമ്മുടെ ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ എൻഡോസൾഫാൻ ദുരിതബാധിതർ എന്താണത്? അത് സ്നേഹസാന്ത്വനമാണ്. ഇവിടെ സ്നേഹസാന്ത്വനമാണ്, കൺഫ്യൂഷൻ വരില്ലേ. അത് സ്നേഹസാന്ത്വനമാണ്. ഇത് എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹസ്വാന്തനം. ഇവിടെ നമ്മുടെ സ്വാന്തനം എന്ന് പറഞ്ഞാൽ സ്വാന്തനം നമ്മുടെ സീരിയലിടാ സ്വാന്തനം സീരിയൽ. യെസ്, രക്തസമ്മർദ്ദം, പ്രമേഹം തുടങ്ങിയ രോഗങ്ങൾ വീടുകളിലെത്തി സമയാസമയം പരിശോധിക്കുവാനുള്ള കുടുംബശ്രീ പദ്ധതിയാണ് സാന്ത്വനം. ഇനി ശ്രുതി തരംഗം എന്താണ്? കേൾവി വൈകല്യമുള്ള കുട്ടികളിൽ സൗജന്യ കോക്ലിയർ ശസ്ത്രക്രിയാ സഹായം നൽകുന്ന ആരോഗ്യ വകുപ്പിന്റെ പദ്ധതിയാണ് ശ്രുതി തരംഗം. ഇതാണ് കേൾവി വൈകല്യമുള്ള കുട്ടികളിൽ സൗജന്യ കോക്ലിയർ ശസ്ത്രക്രിയ സഹായം നൽകുന്ന ആരോഗ്യ വകുപ്പിന്റെ പദ്ധതിയാണ് ശ്രുതി തരംഗം. ഇനി വാത്സല്യനിധി. എന്താണ് വാത്സല്യനിധി? പട്ടികജാതി പെൺകുട്ടികളുടെ സർവോമുഖമായ വികാസത്തിനായി പട്ടികജാതി വികസന വകുപ്പ് LICയുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന ഇൻഷുറൻസ് പദ്ധതിയാണ് വാത്സല്യനിധി. പട്ടികജാതി പെൺകുട്ടികളുടെ സർവതോമുഖമായ വികാസത്തിനായി പട്ടികജാതി വികസന വകുപ്പ് LICയുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വാത്സല്യനിധി. ഇനി ഉന്നതി. എന്താണ് ഉന്നതി? പട്ടികജാതി വർഗ വിഭാഗത്തിൽപ്പെടുന്നവരുടെ ശാക്തീകരണത്തിന് വിവിധ പദ്ധതികൾ ഉൾപ്പെടുത്തി വിവിധ മേഖലകളിൽ പരിശീലനങ്ങളും പ്രവർത്തനങ്ങളും ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് ഉന്നതി. പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെട്ടവരുടെ ശാക്തീകരണത്തിന് വിവിധ പദ്ധതികൾ ഉൾപ്പെടുത്തി വിവിധ മേഖലകളിൽ പരിശീലനങ്ങളും പ്രവർത്തനങ്ങളും ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് ഉന്നതി. ഇനി മിത്ര 181 ഹെൽപ്പ് ലൈൻ സ്ത്രീകൾക്ക് സുരക്ഷ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ആരംഭിച്ച 24 മണിക്കൂറും സേവനം ലഭ്യമാക്കുന്ന എമർജൻസി സംവിധാനമാണ് മിത്ര 181 ഹെൽപ്പ് ലൈൻ നമ്പർ. മിത്ര 181 ഹെൽപ്പ് ലൈൻ. എന്താണ് മിത്ര 181 ഹെൽപ്പ് ലൈൻ? സ്ത്രീകൾക്ക് സുരക്ഷ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ആരംഭിച്ച 24 മണിക്കൂറും സേവനം ലഭ്യമാക്കുന്ന എമർജൻസി സംവിധാനമാണ് മിത്ര 181 ഹെൽപ്പ് ലൈൻ. ഇനി ജ്യോതി. കുടിയേറ്റ തൊഴിലാളികളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ പ്രവേശനം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള കേരള സർക്കാരിന്റെ സമഗ്ര പദ്ധതിയാണ് ജ്യോതി. കുടിയേറ്റ തൊഴിലാളികളുടെ കുട്ടികൾക്ക്
വിദ്യാഭ്യാസ പ്രവേശനം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള കേരള സർക്കാരിന്റെ പദ്ധതിയാണ് ജ്യോതി. ഓക്കെ അല്ലേ? യെസ്. ഇനി സാമൂഹ്യ പ്രതിരോധ പദ്ധതികളാണ്. കുറ്റകൃത്യങ്ങളിൽ നിന്ന് ഒരു സമൂഹത്തെ മോചിപ്പിക്കാനും കുറ്റകൃത്യങ്ങൾ ഇല്ലായ്മ ചെയ്യുവാൻ വിവിധ സർക്കാരിതര സംവിധാനങ്ങളുടെ സഹായത്തോടെയുള്ള ഇടപെടലാണ് സാമൂഹ്യ പ്രതിരോധം അഥവാ സോഷ്യൽ ഡിഫൻസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ജീവനം. എന്താണ് ജീവനം? കുറ്റകൃത്യങ്ങൾക്ക് ഇരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർക്കും ഗുരുതര പരിക്ക് പറ്റിയവരുടെയും പുനരധിവാസത്തിനായി സ്വയം തൊഴിൽ സംരംഭം ആരംഭിക്കുന്നതിനായി ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ജീവനം. ആർക്ക് കൊടുക്കുന്നത്? കുറ്റകൃത്യങ്ങൾക്കിരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർക്ക് അല്ലെങ്കിൽ ഗുരുതര പരിക്ക് പറ്റിയവരുടെയും പുനരധിവാസത്തിനായി സ്വയം തൊഴിൽ സംരംഭം ആരംഭിക്കുന്നതിനായി ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ജീവനം. ഇനി തണലിടം പ്രൊബേഷണൽ ഹോം എന്ന് പറഞ്ഞാൽ തണലിടം പ്രൊബേഷൻ ഹോം. കുടുംബമോ ബന്ധുമിത്രാദികളോ ഏറ്റെടുക്കാൻ തയ്യാറാകാത്ത പ്രൊബേഷണർമാർ, മുൻ തടവുകാർ, കേസിൽപ്പെട്ട് താമസിക്കാൻ ഇടമില്ലാതെ വിചാരണ നേരിടുന്നവർ, ജയിലിൽ നിന്ന് വിവിധ അവധികൾക്കായി പുറത്തിറങ്ങിയവർ തുടങ്ങിയവരെ സമൂഹത്തിലേക്ക് പുനരധിവസിപ്പിക്കാൻ സാധിക്കുന്നതുവരെ താമസിക്കുന്നതിന് വേണ്ടിയുള്ള ഇടക്കാല സംരക്ഷണ കേന്ദ്രമാണ് തണലിടം പ്രൊബേഷൻ ഹോം. എന്താണ് തണലിടം പ്രൊബേഷൻ ഹോം? കുടുംബമോ ബന്ധുമിത്രാദികളോ ഏറ്റെടുക്കാൻ തയ്യാറാകാത്ത പ്രൊബേഷണർമാർ, മുൻ തടവുകാർ, കേസിൽ പെട്ട് താമസിക്കാൻ ഇടമില്ലാതെ വിചാരണ നേരിടുന്നവരെ, ജയിലിൽ നിന്ന് വിവിധ അവധികൾക്കായി പുറത്തിറങ്ങുന്നവർ തുടങ്ങിയവരെ സമൂഹത്തിലേക്ക് പുനരധിവസിപ്പിക്കാൻ സാധിക്കുന്നതുവരെ താമസിപ്പിക്കുന്നതിനുള്ള ഇടക്കാല സംരക്ഷണ കേന്ദ്രമാണ് തണലിടം പ്രൊബേഷൻ ഹോം. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും പദ്ധതികളാണ് ഈ വീഡിയോയിൽ. അതുപോലെ തന്നെ സമന്വയം. ഈ ട്രാൻസ്ജെൻഡർമാർക്കുള്ള പദ്ധതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്. ട്രാൻസ്ജെൻഡറിനായി നടപ്പിലാക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമാണ് നമ്മുടെ കേരളം. അതുകൊണ്ട് ഓർത്തു വെക്കുക. ട്രാൻസ്ജെൻഡറിനായി നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം. സമന്വയം. എന്താണ് സമന്വയം? പാതി വഴി വിദ്യാഭ്യാസം ഉപേക്ഷിക്കേണ്ടി വന്ന മുഴുവൻ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും തുടർ വിദ്യാഭ്യാസം സാധ്യമാക്കുന്നതിനായി സാക്ഷരതാ മിഷന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സമന്വയ. പാതി വഴി വിദ്യാഭ്യാസം ഉപേക്ഷിക്കേണ്ടി വന്ന മുഴുവൻ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും തുടർ വിദ്യാഭ്യാസം സാധ്യമാക്കുന്നതിനായി സാക്ഷരതാ മിഷന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഇത് സമന്വയ. ഇനി സാകല്യം. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് അവരുടെ അഭിരുചിക്കനുസരിച്ച് തൊഴിൽ പരിശീലനം നൽകി സ്വയം പ്രാപ്തമാക്കി ജീവിക്കുന്നതിന് സന്ദർഭം ഒരുക്കുന്ന പദ്ധതിയാണ് ഏത്? സാകല്യം. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് അവരുടെ അഭിരുചിക്കനുസരിച്ച് തൊഴിൽ പരിശീലനം നൽകി സ്വയം പ്രാപ്തമാക്കി ജീവിക്കുന്നതിന് സന്ദർഭം ഒരുക്കുന്ന പദ്ധതിയാണ് സാകല്യം. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും പദ്ധതികളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ എന്ത് ചെയ്യണം? നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. PVQ ചോദ്യങ്ങളും കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും മലയാളം ചോദ്യങ്ങളും ഒക്കെ കിടപ്പുണ്ട്. അതൊക്കെ കാണുക. വീണ്ടും മറ്റു ക്ലാസ്സിൽ കാണാം. ബൈ. സീ യു.